രാവിലെ തന്നെ കുറച്ച് പാക്കിംഗ് പരിപാടിയിലാണ്. നമ്മുടെ സാരിയുടെ കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് അർജന്റായിട്ട് കൊറിയർ ചെയ്തേ പറ്റൂ. ഇന്ന് ഈവനിങ് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. അപ്പം അതിന് മുമ്പേ കൊറിയർ ചെയ്യണം. ഇത് ടിഷ്യൂ ബ്രാസോ എന്ന് പറയുന്നൊരു മെറ്റീരിയലാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് റഫായിട്ട് തോന്നുമല്ലേ? ഫസ്റ്റ് ഞാൻ ഷോപ്പിൽ പോയപ്പോൾ എനിക്കും കുറച്ച് റഫായിട്ട് തോന്നി. പക്ഷെ ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇത് കണ്ട, ഇതിന് ത്രൂ ഔട്ട് ഒരു ഗോൾഡൻ്റെ ഷൈനിങ് വരുന്നുണ്ട്. വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. നല്ല സുഖമാണ് കേട്ടോ നമുക്കിത് വെയർ ചെയ്യാനും ഒക്കെ. കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയിപ്പോയി. ഇനി ഒരു സിംഗിൾ പീസ് കൂടെ ബാക്കിയുണ്ട്. അത് ഈ കളറല്ല, ഒരു ലൈറ്റ് ഓറഞ്ച് ത്രൂ ഔട്ട് ബോഡി, ബോർഡർ ഒരു മെറൂൺ കളർ. ആ ഒരൊറ്റ സിംഗിൾ പീസ് ഇതിന് ബാക്കിയുള്ളൂ. വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഓർഡർ വന്നിട്ടുള്ളത് കോട്ടയത്തേക്കാണ്. അപ്പോൾ ഇത് ഇന്ന് അയക്കണം. അതേപോലെ തന്നെ പാലക്കാടേക്ക് ഒരു ഓർഡർ വന്നത്. അന്നും ഇന്നും ഒരേപോലെ എൻക്വയറി വരുന്ന നമ്മുടെ ഇൻഡിഗോ ബ്ലൂ സാരി. ഇതും ഞാൻ നമ്മുടെ ടിഷ്യൂ ബ്രാസോ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. വെയർ ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് പാലക്കാടേക്കാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് അർജന്റായിട്ട് നമുക്കിന്ന് കൊറിയർ ചെയ്യേണ്ടത്. ബാക്കി വന്നിട്ടുള്ള 4 ഓർഡേഴ്സ്. ഒന്ന് ഇത് ഈ ബ്ലാക്ക്, ഞാൻ ഓൾറെഡി ഇതൊക്കെ വെയർ ചെയ്തിട്ട് എൻ്റെ ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാ പേജും കൂടെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഈ ഒരു ബ്ലാക്കും അതേപോലെ തന്നെ സോഫ്റ്റ് മൽമൽ കോട്ടണിൽ വരുന്ന ഈ ഒരു ബ്ലാക്കിൻ്റെ രണ്ടും സെയിം അതിൻ്റെ കളർ ചേഞ്ച്. ഈ വൈറ്റിൻ്റെ ഒരു സാരി. ഈ 4 സാരിയും കൂടെ ഓർഡർ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് കൊറിയർ ചെയ്യുന്നില്ല. കാരണം ഈ ഓർഡർ 4 വന്നിട്ടുള്ളത് കാസർഗോഡ് നിന്നാണ്. നമ്മൾ ഓൾറെഡി നാട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ. ഏട്ടൻ്റെ വീട് കാസർഗോഡാണ്, എൻ്റെ വീട് കണ്ണൂരാണ്. ഓൾറെഡി നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ഇത് ഡയറക്റ്റ് അവർക്ക് അവിടെ തന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇത് കൊറിയർ ചെയ്യേണ്ട, ജസ്റ്റ് പാക്ക് ചെയ്താൽ മതി. ഈ പാലക്കാടേക്കുള്ളത് കോട്ടയത്തേക്കുള്ളത് നമുക്കിന്ന് കൊറിയർ ചെയ്യണം. പിന്നെ പാക്ക് ചെയ്യണം. ഒന്നും പാക്ക് ചെയ്തിട്ടില്ല. കാരണം ഇത് പ്ലാൻഡ് ആണ് ആക്ച്വലി. ഏട്ടൻ മാത്രം പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചായിരുന്നു. കാരണം എനിക്ക് 10th ഒരു ഷൂട്ട് വരുന്നുണ്ട്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പോണില്ല എന്നായിരുന്നു തീരുമാനം ഉണ്ടായിരുന്നത്. പക്ഷെ രാവിലെ പ്ലാനൊക്കെ ടപ്പൊന്ന് ചേഞ്ചായി. ഞാനും പോകുന്നുണ്ട്. അപ്പോൾ ഒന്നും പാക്ക് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഇത് കൊറിയർ ചെയ്ത് വന്നിട്ട് എല്ലാം ഒന്ന് പാക്ക് ചെയ്യണം. അങ്ങനെ കുട്ടി എന്തൊക്കെയൊക്കെയോ പരിപാടിയുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് ചെയ്തിട്ട് വരാം. വായോ. അപ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് കൊറിയർ ചെയ്തിട്ട് വരാം കേട്ടോ. കാർ എടുക്കാമെന്ന് ഫസ്റ്റ് വിചാരിച്ചു, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. ഇന്ന് നല്ല തെളിവ് കാണുന്നുണ്ട്. മഴ പെയ്യൂല എന്നുള്ള വിശ്വാസത്തിൽ സ്കൂട്ടി എടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത വെറുതെ കാർ എടുത്തിട്ട് പോകണ്ടല്ലോ. സ്റ്റാർട്ട് ആവുമായിരിക്കും. അന്ന് നമ്മൾ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ടേ ആവുപ്പ. എന്താ അല്ല, പാമ്പ് എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കോ. ഇന്നലെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഹെൽമെറ്റിന്റെ ഉള്ളിൽ പാമ്പ്. അപ്പം അങ്ങനെ കൊറിയറെല്ലാം ചെയ്ത് ഫ്ലാറ്റിലെത്തി. ഏട്ടൻ എന്നെ ഇവിടെ വിട്ടിട്ട് ഏട്ടൻ ഓഫീസിലേക്ക് നേരെ പോയി. ഇനി നേരെ പോയിട്ട് ഫുഡ് കഴിക്കണം. കുറച്ച് സമയം ഒന്ന് കിടക്കണം, മടുത്തു. ഒന്ന് കിടന്നിട്ട് എണീറ്റ് വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് പോകണം. ബസ് 10 മണിക്കാണ് എടപ്പള്ളിയിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഫ്ലാറ്റിലേക്ക് കയറിപ്പോകാം. ഞാൻ ഇപ്പോൾ പാർക്കിങ്ങിൽ നിൽക്കായിരുന്നു. ഇപ്പം എന്നെ വിട്ടിട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഒരു ഓർക്കൊക്കെ കഴിഞ്ഞ് ഫുള്ള് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഫ്രഷായി. അങ്ങനെ പാക്കിങ്ങും കഴിഞ്ഞു. ഞാൻ ഏട്ടന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഏട്ടന് എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ട്രോളി ബാഗും ഈ ഒരു ബാഗ്, ഈ 2 ബാഗാണ് പാക്ക് ചെയ്തത്. നമ്മളിപ്പോൾ ഒരു ദിവസത്തേക്ക് പോവുകയാണെങ്കിൽ 10 ദിവസത്തേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് മിനിമം ഈ ഒരു ഘട്ടം വേണ്ടും ഉണ്ടാവും. എപ്പോഴും പാക്ക് ചെയ്യുമ്പോൾ വരും കൂടുതലൊന്നും എടുക്കരുത്.
മാക്സിമം രണ്ടാൾക്കും കൂടി ഈ ഒരു ബാഗിലേ വരാൻ പാടുള്ളൂ എന്ന് വിചാരിക്കും. പാക്ക് ചെയ്ത് വരുമ്പോൾ അതെടുത്ത് ഇതെടുക്കുന്ന പറഞ്ഞിട്ട് ലാസ്റ്റ് ഇത്രയെങ്കിലും മിനിമം വരും. പിന്നെ ഞാൻ ഇതേപോലെ ഒരു കാലി ബാഗും കൂടെ കയ്യിൽ കരുതി വിട്ടോ. വേറെ ഒന്നിനുമല്ല, നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ട് പോയാലും വരുമ്പോൾ ഇതിലൊന്നും കൊള്ളൂല. നമ്മൾ വിചാരിക്കേ ഡ്രസ്സ് വല്ലതും കൂടിപ്പോയോന്ന്. പക്ഷെ നമ്മൾ ഈ റിട്ടേൺ വരുമ്പോൾ നമ്മൾ കുത്തി കയറ്റുമ്പോൾ ഇതിലൊന്നും കൊള്ളൂല. അപ്പോൾ ഇതും ഫുള്ളായിരിക്കും. അങ്ങനെ ഒരു കാലി ബാഗാണ് എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ കയ്യിൽ എക്സ്ട്രാ കരുതും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ കംപ്ലീറ്റ് റെഡിയായി. ഇതിനായിട്ടൊന്നും കൂടെ വന്നു കഴിഞ്ഞാൽ ഊബർ ബുക്ക് ചെയ്യണം, നേരെ എടപ്പള്ളിയിലേക്ക് പോകണം, ബസ് കയറണം, നാട്ടിലേക്ക് പോകണം. ഏട്ടനെത്താൻ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അവസാന നിമിഷം എല്ലാം ചറവറയായിപ്പോയി. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, 1 മിനിറ്റിലെത്തും. അപ്പോൾ നമുക്ക് താലോട്ട് പോകാം. Graffiti tells tales on the subway line. Lost souls searching, trying to redefine. Echoes of struggle in alleys tight. അപ്പം ഞങ്ങൾ എടപ്പള്ളിയിലെത്തി. ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾ ബ്ലോക്ക് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിപ്പോയത്. പക്ഷെ ഭയങ്കര പോസ്റ്റായിപ്പോയി. 9:30 ആയതേ ഉള്ളൂ, 10 മണിക്കാണ്. അപ്പം നമ്മൾ രണ്ടാൾ ഫുഡ് കഴിക്കുകയും ചെയ്തു. ഇവിടെ ആണെങ്കിൽ ഇരിക്കാനും ഒരു സ്ഥലമില്ല, വെറുതെ റോട്ടിൽ നിൽക്കണം. അപ്പം നമ്മൾ വിചാരിച്ചു അടുത്ത ഹോട്ടലിൽ കയറിയിട്ട് രണ്ടാളും ഓരോ ലൈം ജ്യൂസ് വന്നു. മെല്ലെ കുടിച്ചിരിക്കുക 1/2 മണിക്കൂർ എന്ന് വിചാരിച്ചു. അല്ലേ ഇങ്ങോട്ടാ? അങ്ങനെ ഞങ്ങൾ ബസ് കയറിയിട്ടോ. അപ്പനെ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ അവിടെ എത്തിയിട്ട് കാണാം. ഗുഡ് നൈറ്റ്. അങ്ങനെ ഞങ്ങൾ കാസർഗോഡ് ഏട്ടൻ്റെ വീട്ടിലെത്തിയിട്ടോ. യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അറൗണ്ട് ഒരു 1 o'clock ആയെന്ന് തോന്നുന്നു നൈറ്റ്. വണ്ടി കംപ്ലൈൻ്റ് ആയി, എല്ലാവരെയും ഇറക്കി വിട്ടു. പിന്നെ വന്ന് ഓരോ വണ്ടിയിലായിട്ട് ഓരോരോ ആൾക്കാരെ കയറ്റി വിട്ടു. അപ്പം ഞങ്ങൾ കയറ്റിയ വണ്ടിയിൽ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബാക്കിൽ 4 സീറ്റ് ഉണ്ടാവില്ലേ, അത് ആരും ബുക്ക് ചെയ്യാതെ വെച്ചതായിരുന്നു. അത് ഞങ്ങൾക്ക് കിട്ടി. അത് പുഷ് ബാക്ക് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇരിക്കാൻ. അങ്ങനെ ആകെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത്. ഒന്നും പറയണ്ട, രണ്ടാളും മടുത്തുപോയി അല്ലേ ഏട്ടാ? ഏറ്റവും ബാക്കിലത്തെ സീറ്റും കൂടെ ആയതുകൊണ്ട് ഇപ്പോൾ മഴ പെയ്തിട്ട് റോഡെല്ലാം ഭയങ്കര മോശമല്ലേ, ഇങ്ങനെ എടുത്തിട്ട് അടിക്കുമായിരുന്നു. നടുവും കഴുത്തും എല്ലാം പോയി, ഒന്നും പറയണ്ടായിരുന്നു. അയ്യോ. അപ്പോൾ പറഞ്ഞല്ലോ ഏട്ടൻ ദുബായിൽ നിന്ന് വരുന്നുണ്ടെന്ന്. അപ്പോൾ അച്ഛനും അമ്മയും രാവിലെ കൂട്ടാൻ പോയിട്ടായില്ല എയർപോർട്ടിലേക്ക്, മാംഗ്ലൂർ. ഒരാളെ കാണിക്ക്. പോയി മാംഗ്ലൂരേക്ക് കൂട്ടാൻ പോയിട്ടായില്ല, എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കാണാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആദ്യം ഒന്ന് കയറി ഒന്ന് ഫ്രഷ് ആവണം, മടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.